കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഏപ്രിൽ 30 നരസിംഹ ജയന്തി ആഘോഷിക്കുകയാണ്. നരസിംഹ ജയന്തി ദിവസം ജപിക്കാൻ ഏറ്റവും ഉത്തമമായ ചില മന്ത്രങ്ങൾ കേൾക്കാം. ആദ്യമായി നരസിംഹ ഗായത്രി മന്ത്രം ഇപ്രകാരമാണ്: ഓം വജ്രനഖായ വിദ്മഹേ തീക്ഷ്ണദംഷ്ട്രായ ധീമഹി തന്നോ നരസിംഹ പ്രചോദയാത്. ഈ മന്ത്രം മനഃശാന്തിക്കും തടസ്സങ്ങൾ നീങ്ങാനും ജപിക്കുന്നത് അത്യുത്തമമാണ്. അതായിട്ട് നരസിംഹ മഹാമന്ത്രം നമുക്ക് കേൾക്കാം. ഇപ്രകാരമാണ്: ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ശത്രുഭയം അകറ്റാനും ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനും ഏറ്റവും ശക്തിയേറിയ മന്ത്രമാണ് നരസിംഹ മഹാമന്ത്രം. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഭയങ്കരനും വീരനും മഹാവിഷ്ണുവുമായ എല്ലാ വശങ്ങളിലും ജ്വലിച്ചു നിൽക്കുന്നവനും ഭയാനകനും എന്നാൽ മംഗളസ്വരൂപനും മൃത്യുവിൻ്റെ മൃത്യുവായവനുമായ നരസിംഹമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു. മൂന്നാമതായിട്ട് നരസിംഹ പ്രണാമ മന്ത്രം കേൾക്കാം. മന്ത്രം ഇപ്രകാരമാണ്: നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനേ ഹിരണ്യകശിപൂർവക്ഷ ശിലാഢങ്കനഖാലയേ. നരസിംഹ ഭഗവാനെ വണങ്ങുമ്പോൾ ജപിക്കേണ്ട ലളിതമായ മന്ത്രമാണ് നരസിംഹ പ്രണാമ മന്ത്രം. രണ്ടാമതായിട്ട് ഏറ്റവും ലഘുവായ, അതായത് ഒരു ചെറിയ മന്ത്രം കേൾക്കാം. മന്ത്രം നമുക്ക് എപ്പോഴും ജപിക്കാൻ എളുപ്പമുള്ള മന്ത്രമാണ്. മന്ത്രം ഇപ്രകാരമാണ്: ഓം നമോ ഭഗവതേ നരസിംഹായ. ഓം നമോ ഭഗവതേ നരസിംഹായ. ഓം നമോ ഭഗവതേ നരസിംഹായ. ഈ മന്ത്രം ഏവർക്കും എളുപ്പമായിരിക്കുമല്ലോ. നരസിംഹ ജയന്തി ദിനത്തിൽ സന്ധ്യാസമയത്ത്, അതായത് ഭഗവാൻ അവതരിച്ച നേരത്ത് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമായി തീരും. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ മനസ്സ് ശുദ്ധമായിരിക്കുവാനും ഭക്തനായ പ്രഹ്ലാദനെ പോലെ ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിക്കാനും ശ്രദ്ധിക്കുക. ഏവർക്കും ഐശ്വര്യപൂർണമായ നരസിംഹ ജയന്തി ആശംസിക്കുന്നു. ഏവർക്കും നരസിംഹമൂർത്തി ഭഗവാന്റെയും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.